എല്ലാറ്റിനേക്കാളും വലുത് രാജ്യമാണ്. ഞങ്ങളും അത് അംഗീകരിക്കുന്നു. കോൺഗ്രസിന്റെ എല്ലാവരും ഈ രാജ്യത്തിന് വേണ്ടിയിട്ടാണ് രക്തസാക്ഷികളായവരാണ്. ഗാന്ധിജി ഈ രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിയായി. ഇന്ദിരാഗാന്ധി ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ കൊടുത്തു. രാജീവ് ഗാന്ധി ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ കൊടുത്തതാണ്. ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ കൊടുക്കാൻ നിങ്ങളുടെ പാർട്ടിയിൽ ഒരു പട്ടി പോലും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ഞങ്ങളില്ലായിരുന്നിരിക്കാം, ഞങ്ങളുടെ പട്ടികളും ഇല്ലായിരുന്നിരിക്കാം, മറ്റു ചിലരുടെ പട്ടികൾ ചിലപ്പോൾ ഉണ്ടായിരുന്നിരിക്കാം. ഞങ്ങൾ പട്ടികളുടെ വർഗത്തിൽപ്പെട്ടവരല്ല. പക്ഷേ ഈ രാജ്യത്തിന് വേണ്ടി കോടിക്കണക്കിന് ആളുകൾ ജീവൻ കൊടുത്തിട്ടുണ്ട്. കോൺഗ്രസ് പാർട്ടി ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ഈ നാട്ടിലെ ജനങ്ങൾ ജീവൻ കൊടുത്ത് പോരാടിയതാണ്. എല്ലാവരും ഒന്നു ചേർന്നാണ് പോരാടിയത്. ഒരു സംഘടനയുടെയും രാഷ്ട്രീയത്തിന്റെയും വ്യത്യാസം വെച്ചിട്ടല്ല, ഒന്നിച്ചു നിന്നാണ് അവർ പോരാടിയത്. അന്നും താമരയുണ്ട്, ഇന്നും താമരയുണ്ട്. മല്ലികാർജുൻജി പറയുന്നുണ്ടായിരുന്നു, അവരുടെ കൃപയാണ്, അവരുടെ ദയയാണ് ഈ രാജ്യത്ത് ജനാധിപത്യം നിലനിന്നതെന്ന്. അതുകൊണ്ടാണ്, അവരുടെ കൃപ കൊണ്ടാണ് താങ്കളെപ്പോലൊരാൾക്ക് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകാൻ കഴിഞ്ഞതെന്ന് എന്നോട്. വൗ, എത്ര മഹത്തായ കാര്യമാണ് പറഞ്ഞത്. ശരിയാണ്, നിങ്ങൾ ഈ രാജ്യത്തോട് വളരെ വലിയ ദയയാണ് ചെയ്തത്, വളരെ വലിയ ദയ. ജനാധിപത്യത്തെ രക്ഷിച്ചു പോലും. എത്ര മഹാന്മാരായ ആളുകളാണെന്ന് നോക്കൂ. പക്ഷേ അധ്യക്ഷജി, ആ പാർട്ടിക്കുള്ളിലുള്ള ജനാധിപത്യം തന്നെ ഈ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം. ആ പാർട്ടിയിലെ എല്ലാ നിയന്ത്രണവും ഒരു കുടുംബത്തിന്റെ മാത്രം ചുമലിലാണ്, അവരുടെ മാത്രം തീരുമാനമാണ്. അതുമാത്രമല്ല, 1975 കാലഘട്ടം, അടിയന്തരാവസ്ഥ കാലം, माननीय अध्यक्ष जी 75 का कालखंड जस देश ഈ ജനാധിപത്യത്തെ പറ്റി പറയുന്ന അതേ ആളുകൾ തന്നെയാണ് അവർ ഭരിക്കുമ്പോഴാണ് ഈ നാട്ടിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് സാധാരണക്കാരായ ജനങ്ങളെയും ജയപ്രകാശ് നാരായൺ പോലെയുള്ള മഹാനായ നേതാക്കന്മാരെയും ദയാദാക്ഷിണ്യമില്ലാതെ ജയിലിലടച്ച് ശിക്ഷിച്ചത്. പത്രങ്ങൾ താഴിട്ട് പൂട്ടിയത്, പത്രങ്ങൾ നിരോധിച്ചത്. പക്ഷേ അവർക്കന്നറിയില്ലായിരുന്നു ഈ രാജ്യത്തിന്റെ ജനങ്ങളുടെ ശക്തി എന്താണെന്ന്. ഈ രാജ്യത്തെ ജനാധിപത്യം നശിപ്പിക്കാനുള്ള, തകർക്കാനുള്ള നിങ്ങളുടെ എല്ലാ ശ്രമങ്ങളെയും പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ജനങ്ങൾ ഈ രാജ്യത്ത് ജനാധിപത്യം നിലനിർത്തിയത്. കോൺഗ്രസ് അല്ല, ഈ രാജ്യത്തെ ജനങ്ങളുടെ കഴിവാണ്, ആ കരുത്താണ് ഈ നാട്ടിലെ ഒരു പാവപ്പെട്ട സ്ത്രീയുടെ മകനായ എനിക്ക് ഇന്ന് ഈ സഭയിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി നിന്ന് നിങ്ങളോട് സംസാരിക്കാൻ കഴിയുന്നത്.